കലാപം തീർത്ത മുറിവുകളിലേക്കുള്ള ഒരു സാന്ത്വന യാത്ര കൂടിയായിരുന്നു സ്പർശം. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒരു പ്രദേശം അകറ്റി നിർത്തപ്പെട്ടപ്പോൾ സ്പർശം മാറാട്ടുകാർക്കിടയിൽ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഈടുറ്റ കണ്ണിയായി. ഒരുമയില് പോവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് തുടങ്ങിയത്. ഒരുമ ഉണ്ടാവും ചെയ്തിരുന്നു. ഇങ്ങനെ പോയാൽ ഒരു ഒരുമയും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ തല്ലും പിടിയാണ് ഉണ്ടാവുക. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഉയരങ്ങളിലേക്ക് എന്ന ലക്ഷ്യവുമായാണ് സ്പർശം പദ്ധതി ആരംഭിക്കുന്നത്. 2 ധ്രുവങ്ങളിലായി പോയവരെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ പദ്ധതിക്ക് കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ അധികൃതരുടെ അനാസ്ഥ മൂലം ഇതുപോലെ തുരുമ്പിച്ച കുറെ ഉപകരണങ്ങളുടെ കൂടാരമായി മാറിയിരിക്കുന്നു ഇവിടം. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയായിരുന്നു പദ്ധതി പ്രാവർത്തികമാക്കിയിരുന്നത്. VKC ഉൾപ്പെടെ നിരവധി സ്വകാര്യ സംരംഭകർ മാറാട് ആശ്വാസം പകർന്ന് പദ്ധതിയുമായെത്തി. സർക്കാർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുടെ മേൽനോട്ട ചുമതല ജില്ലാ ഭരണകൂടത്തിനാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ അലംഭാവമാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമെന്ന് തൊഴിലെടുത്തിരുന്നവർ പറയുന്നു. യൂണിറ്റുകൾ പുനരാരംഭിക്കാനായി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരുന്നെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്ന പരാതി ഇവർക്കുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിതാ ഞങ്ങളിങ്ങനെ കടലിൽ മീൻ നീന്തണം, അത് നീന്താ ഒരു ഗുണം ഇതിൽ കാണുന്നില്ല. ഇപ്പം എന്തെങ്കിലും പിന്നെ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് വല്ല സമരത്തിന് എന്തെങ്കിലും ഇറങ്ങേണ്ടി വരും. അത് ഞങ്ങൾ ആവശ്യമാണ്. കാരണം പിന്നെ നീതി എവിടെയും കിട്ടണമല്ലേ. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്. പിന്നെ കൈത്തൊഴിൽ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ അതിനിപ്പോൾ സർക്കാർ മുന്നോട്ട് സർക്കാരും പൊതുജനങ്ങളും വ്യാപാരികളും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്നത്. ഇപ്പം ആരും വ്യാപാരികൾക്ക് നേരത്തെ ഇതല്ലെങ്കിൽ വേറെ കിട്ടും. പക്ഷെ സർക്കാർ അങ്ങനെ ഞങ്ങളെ കൈവിടാൻ പാടില്ല. ഇവിടെ വരാത്ത മന്ത്രിമാരില്ല. എല്ലാവരും ഈ പദ്ധതി ഈ കൂട്ടായ്മ എല്ലാം കണ്ടിട്ട് പോയവരാ. അതേസമയം സ്വകാര്യ സ്ഥാപനമായ VKCയുടെ സഹകരണത്തോടെ നടത്തുന്ന ചെരുപ്പിന്റെ അപ്പർ സ്റ്റിച്ചിങ് യൂണിറ്റ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജാതിമത ഭേദമന്യേ ഇവിടെ എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് VKC സാറാണ് മുതുകോയ്ക്കാൻ സാധനം തരുന്നത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്കത് ഉൽപ്പാദനത്തിനുള്ള മറ്റ് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ആ ഉൽപ്പാദനം കഴിഞ്ഞിട്ട് അത് വിൽപ്പന നടത്താനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ അപ്പുറം ചെയ്യുന്ന മാതിരി അപ്പുറം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അപ്പുറം ഞങ്ങൾ സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. സാധനം കൊണ്ട് കൊടുത്ത് അവർ സ്റ്റിച്ച് ചെയ്താൽ ഞങ്ങളത് അവിടെ നിന്ന് തിരിച്ചെടുത്ത് അവർക്ക് മാസം അതിൻ്റെ അവർക്ക് എത്രയാണ് വരുന്നത് വെച്ചാൽ ആ കാശ് കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നങ്ങളില്ല, ടെൻഷനില്ല. അവർക്കിപ്പോൾ ഉള്ള ടെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവർക്ക് അവിടെ ആ മെഷീനറി ഫാന് പോലും കേടൊന്നു പോവാം. ആ കടൽക്കാറ്റ് കൊണ്ട് ഒന്നും അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന പിന്നെ കാശിൽ നിന്ന് നല്ലൊരു ഭാഗം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ യൂണിറ്റ് ശരിയായിട്ട് നിലനിൽക്കാൻ വേണ്ടി അവിടുന്ന് കടൽക്കരയിൽ നിന്ന് കുറച്ചുകൂടി വിട്ട് ആ ഉപ്പുകാറ്റ് ഏശാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ അത് അവർക്കത് സുഖകരമായിട്ട് നടത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കെട്ടിടവും കടലും തമ്മിൽ ഇത്ര അകലമേയുള്ളൂ. നേരിട്ടുള്ള ഉപ്പുകാറ്റേറ്റ്
യന്ത്രങ്ങൾ നശിക്കുന്നുവെന്നാണ് പരാതി. ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലാതെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു പ്രവർത്തനത്തെ ഇല്ലാതാക്കുകയല്ല. കാറ്റിൽ ഉപ്പിന്റെ സാന്നിധ്യമുള്ളതിനാൽ യന്ത്രങ്ങൾ നശിക്കുന്നുവെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കടൽ തീരത്ത് ഇത്തരം സംരംഭങ്ങൾ നടപ്പാക്കാനാവില്ല എന്ന പുതിയ തിരിച്ചറിവും അധികൃതർക്കുണ്ടായിരിക്കുന്നു. ആഭരണ നിർമ്മാണ യൂണിറ്റുകൾ പോലെയുള്ള തൊഴിൽ സംരംഭങ്ങൾ മാറാട്ടുകാർക്കായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ പറയുന്നു. മഴയിൽ കെട്ടിടങ്ങൾ തകരുമ്പോഴും ഉപ്പുകാറ്റേറ്റ് യന്ത്രങ്ങൾ നശിക്കുമ്പോഴും ഇത് തടയാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം ശ്രമിച്ചിട്ടുമില്ല. ആകെ തകർന്ന നിലയിലാണ് ഉള്ളത്. ഇതിൻ്റെ കെട്ടിടം ഉള്ളിലൊക്കെ തന്നെ ഷീറ്റടക്കം പൊളിഞ്ഞ് വെള്ളം ഉള്ളിലേക്ക് വരുന്ന സ്ഥിതിയാണുള്ളത്. സകല മെഷീനറീസും തയ്യൽ മെഷീനൊന്നും ഒന്നിനും പറ്റാതെയായി കഴിഞ്ഞു. നമ്മുടെ പുതിയ ജില്ലാ കളക്ടർ കുറച്ച് തയ്യൽ മെഷീൻ വീണ്ടും സംഘടിപ്പിച്ച് കൊടുത്തിട്ട് അതും കേടുവന്ന്. VKC ഗ്രൂപ്പിൻ്റെ മെഷീൻ ആഴ്ചയിൽ നന്നാക്കുന്ന പണിയാണ്. അപ്പം തൊഴിലാളികൾക്ക് ജോലി ചെയ്താലും വേണ്ടത്ര വരുമാനം കിട്ടാത്തൊരു സ്ഥിതി ഈ തീരദേശത്തായതുകൊണ്ട് ഇപ്പോൾ ഇതിനുണ്ട്. ഇത് മറ്റു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ 2ാം ഘട്ട പ്രവർത്തനം പ്രഖ്യാപിച്ചിരുന്നു. ചില പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. പക്ഷേ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്. എത്രയോ ലക്ഷം ഉറുപ്പ്യ പാസ്സായിക്കണം മാറാടിയിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവിടെ ഒരു പദ്ധതി വന്നിട്ടില്ല. വന്നത് നിലവിൽ വന്നത് നമ്മൾ സുനാമി ഫണ്ടാണ്. അതുപോലെ നമ്മളോട് ലോൺ എടുത്തിട്ട് വാങ്ങാൻ ഞങ്ങൾക്ക് അത് തിരിച്ചടക്കാൻ കഴിയൂല. അത് തിരിച്ചടവിൻ്റെതാണ്. അപ്പം പറഞ്ഞ് നമുക്ക് കഴിയൂല. അതുകൊണ്ട് നമുക്ക് വേണ്ട പോലെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിക്കണം. നമ്മളതിന് നിന്നിട്ടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗോതമ്പ് പിടിപ്പിക്കണം മില്ല മുളകിൻ്റെ മില്ല എടുത്ത് ഈ കാട്ടിലോരത്ത് പറ്റൂല, ഇതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ അതിന് നിന്നിട്ടില്ല, പൈസ വാങ്ങാൻ നിന്നിട്ടില്ല. നമ്മൾ പദ്ധതി പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ കണ്ടെത്തി സ്പർശം പുനരാരംഭിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. സ്വകാര്യ സംരംഭകർക്ക് പകരം സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് മാറാട് ഇടപെട്ടുകൂടാ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇതിനൊരു മോണിറ്ററിങ് വേണം. അല്ലാതെ ഇത് നമ്മൾ എന്തെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുറേ സഹോദരിമാരെ വിളിച്ചു കൂട്ടിയോട്ട് മാത്രം കാര്യമില്ല. ഇതിന് അതാത് അവസരങ്ങളിൽ വരുന്ന പോരായ്മ എന്തെന്ന് കണ്ടെത്താനുള്ളൊരു മോണിറ്ററിങ് കമ്മിറ്റി വേണം. നമ്മളെ ജില്ലാ കളക്ടർ PB സലീം ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഇതിന് ആര് നിയന്ത്രിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ജില്ലാ ഭരണകൂടം എന്ന് പറയുമ്പോൾ അതാത് അവസരങ്ങളിൽ മാറി വരുന്ന ജില്ലാ കളക്ടർമാർ ഇടപെടും, പിന്നെ അവർ മാറിപ്പോവും. അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇതിന് പൊതുവെ ഉള്ളത്. ജയിലിൽ കിടക്കുന്നവർ ഇരു സമൂഹങ്ങളിലുമുള്ളവർ കുറ്റവാളികളാണ് എന്ന് സമ്മതിച്ചാൽ തന്നെയും അവരിലെ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും നിരപരാധികളാണ്. അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരു പൊതുബാധ്യതയാണ്. ആ നിലക്ക് ഒരു വലിയ ചുവടുവെപ്പും സംരംഭവുമായിരുന്നു സ്പർശം പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ മാറാട്ടെ പാവപ്പെട്ട സ്ത്രീകൾ തന്നെ ബാങ്ക് ലോൺ എടുത്ത് വാങ്ങിയ ഉപകരണങ്ങളുണ്ട്. ഒത്തിരി ടൈലറിംഗ് മെഷീൻ പോലുള്ള തൊഴിലുപകരണങ്ങളുണ്ട്. ഇതവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രൈവറ്റ് ഏജൻസികളുമായി ചേർന്ന് നടത്തിയ ഒരു കോർഡിനേഷൻ സംരംഭമായിരുന്നു സ്പർശം പദ്ധതി എന്ന് പറയുന്നത്. സർക്കാർ വലിയ ഫണ്ടൊന്നും അതിന് ചെലവഴിച്ചിട്ടില്ല. സർക്കാർ കുറേ കൂടി ഫണ്ട് ചെലവഴിക്കാൻ കൂടി സന്നദ്ധമായാൽ, സർക്കാരിൻ്റെ തന്നെ പല ഏജൻസികളെയും അതുമായി ബന്ധിപ്പിക്കുവാൻ സർക്കാർ സന്മനസ് കാണിച്ചാൽ സ്പർശം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി ഈ പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിയിരുന്നു. രാജ്യത്തിനാകെ മാതൃകയായ പദ്ധതി എന്നായിരുന്നു അദ്ദേഹം സ്പർശം പദ്ധതിയെ വിശേഷിപ്പിച്ചിരുന്നത്. ആ പദ്ധതിയാണ് അലംഭാവം മൂലം ഇല്ലാതാകുന്നത്. ചെരുപ്പിന്റെ അപ്പർ സ്റ്റിച്ച് നിർമ്മിക്കുന്ന ഈ യൂണിറ്റ് പോലെ മറ്റ് യൂണിറ്റുകളും പുനരാരംഭിക്കണം. കാരണം സ്പർശം പദ്ധതി സംസ്ഥാനത്തിന് നൽകിയത് നല്ല ഒരു മാതൃകയാണ്. സ്നേഹത്തിൻ്റെയും
ഇൻസൈറ്റ്. പുനഃസംപ്രേഷണം വ്യാഴം ഉച്ചയ്ക്ക് 1:30, വെള്ളി രാവിലെ 7, ശനി വൈകിട്ട് 3:30. സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.mediaonetv.in. ഇമെയിൽ വിലാസം truthinsight@mediaonetv.in.